ഹായ്, ഇന്നത്തെ സ്റ്റോറിയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് കുറേ വർക്ക് പ്രഷറോ അല്ലെങ്കിൽ ജീവിതത്തിലെ ചുറ്റുപാടായിട്ടുള്ള കുറേ അധികം പ്രഷറുകൾ നമുക്കുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് നമ്മളത് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എല്ലാം കൂടി ബ്രേക്ക് ഡൗൺ ആവും. മീൻസ് ഈ പ്രഷർ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആ പ്രഷർ കണ്ടിന്യൂ ചെയ്ത് വന്ന് അത് അക്യുമുലേറ്റ് ചെയ്ത് നമ്മുടെ ബ്ലഡ് പ്രഷറും എല്ലാം നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് ഒരു ദിവസം നമ്മൾ കൊളാപ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ചെറിയൊരു ബ്രേക്ക് എടുക്കുവാണ് ഇതിൻ്റെ ഇടയ്ക്ക്. എന്ന് പറഞ്ഞാൽ അധിക സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് ഇതിനു വേണ്ടി ബ്രേക്ക് എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഈ ലൈഫിലുള്ള പ്രഷറിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി അതിന് ഇമ്പ്രൂവ് ആകാൻ സാധിക്കും. ഇതിൻ്റെ ബേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒരു 2 മിനിറ്റ് നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ചെയ്ത് പിടിച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ വേദന എടുക്കാൻ തുടങ്ങും. നമുക്ക് ആകെ ഒരു ക്ഷീണം തോന്നും. ഇത് എവിടെയെങ്കിലും വെച്ചാൽ മതിയെന്ന് തോന്നും. ഇത് വെക്കാനൊരു സ്ഥലം അന്വേഷിച്ച് കിടക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതേസമയം നമ്മൾ ഒരു 5 മിനിറ്റ് പിടിച്ചു, പിന്നെ ഒരു 5 മിനിറ്റ് എവിടെയെങ്കിലും വെച്ചു, പിന്നെ ഒരു അരമണിക്കൂർ പിടിച്ചിട്ടാണെങ്കിലും ഒരു 5 മിനിറ്റ് എവിടെയെങ്കിലും വെക്കുവാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു റിലീഫ് ഫീൽ ചെയ്യും. നമുക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നത്തില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യവും നമ്മുടെ ഓരോ ലൈഫിലുള്ള ഓരോ ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ആ ഓരോരോ പ്രഷറും നമുക്ക് വരുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് അത് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓവർ ദ ടൈം നമുക്കതൊരു വലിയൊരു ഭാരമായിട്ട് തന്നെ അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോറിയിലേക്ക് കിടക്കാം. സ്റ്റോറി ഇങ്ങനെയാണ്. രാഹുൽ എന്ന് പറയുന്ന ഒരാൾ ഏകദേശം 35 വയസ്സോളമായി. അദ്ദേഹം ഒരു കൊച്ചിയിലെ ഉള്ളൊരു വലിയൊരു കമ്പനിയിൽ പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഏത് പ്രൊജക്റ്റ് ആണെങ്കിലും കൃത്യം സമയത്തിൽ തീർക്കാനായിട്ട് അദ്ദേഹത്തിനൊരു പ്രത്യേക ഒരു കഴിവ് തന്നെയുണ്ട്. എല്ലാ കാര്യവും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് നല്ലൊരു കേപ്പബിലിറ്റി ഉണ്ട്. ആ കമ്പനിയിലെ ഏറ്റവും ടോപ്പ് പെർഫോമറായിട്ട് ഉള്ള ഒരാളാണ്. പുറമെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഭയങ്കര കളറാണ്. മീൻസ് നല്ല രീതിയിൽ ജോലി, ശമ്പളം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഭയങ്കര കേപ്പബിലിറ്റി. ഒരു പ്രസൻറ്റേഷനൊക്കെ ആണെങ്കിൽ അദ്ദേഹം ആ ഒരു പ്രസൻറ്റേഷൻ ഹാളിലുള്ള എല്ലാവരെയും ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ പ്രസൻറ്റേഷൻ എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഒരു നല്ലൊരു ടോപ്പ് മാനേജറൽ മെറ്റീരിയൽ ആയിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ അദ്ദേഹം ഒരു വൈകുന്നേരം ലേറ്റായിട്ടാണ് ഓഫീസിൽ നിന്ന് വരാറ്. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓഫീസിലുള്ള എല്ലാ പ്രഷറും ടെൻഷനും അദ്ദേഹത്തിന് തലയിൽ തന്നെ കിടക്കും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലാരും സംസാരിക്കാറ് പോലുമില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു LP സ്കൂളിൽ പഠിക്കുവാണ്. അവൻ എന്തെങ്കിലും ഒരു പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും 5 മിനിറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദേഷ്യമാണ് വരുന്നത്. കാരണം അദ്ദേഹത്തിന് ഓഫീസിലെ പ്രഷർ, നാളെ ചെയ്തു തീർക്കാനുള്ള ടാസ്കുകളുടെ ലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഒരു ഒരു പ്രസൻറ്റായിട്ട് ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഈവൻ അദ്ദേഹത്തിൻ്റെ വൈഫാണെങ്കിലും വളരെ ഡിസ്സാറ്റിസ്ഫൈഡ് ആണ് അദ്ദേഹത്തിൻ്റെ ഈ വർക്ക് ഹോളിക് നേച്ചർ കൊണ്ട്. പക്ഷെ അദ്ദേഹം ഇതൊരു പ്രോബ്ലം അല്ല അദ്ദേഹത്തിന്. അദ്ദേഹം ഓഫീസിലെ കാര്യങ്ങളും ഒരുപാട് ഡെഡ് ലൈൻസും